ഒരുപാട് കുട്ടികളുടെ അതായത് നഴ്സിങ്ങിന് തമിഴ്നാടും കർണാടകയൊക്കെ സെലക്ട് ചെയ്യുന്ന കോളേജുകൾ സെലക്ട് ചെയ്യുന്ന കുട്ടികൾക്ക് ഭയങ്കര ഒരു ഡൗട്ടാണ് ഓൺ ഹോസ്പിറ്റൽ വേണോ വേണ്ടയോ എന്നുള്ള ഡൗട്ട്. ഇപ്പോൾ നമ്മൾ പേഴ്സണലി ഇപ്പോൾ കൗൺസിലിങ്ങിനായിക്കോട്ടെ അഡ്മിഷൻ എടുക്കാൻ വിളിക്കുന്ന കുട്ടികളൊക്കെ ചോദിക്കുന്നൊരു ഡൗട്ടാണ്, മാം ഓൺ ഹോസ്പിറ്റൽ ഇല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നമ്മൾ ഒരുപാട് കോളേജസ് ഇപ്പോൾ നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഞങ്ങൾ ഇപ്പം നാട്ടിലെ ആയിക്കോട്ടെ എബ്രോഡിലെ ആയിക്കോട്ടെ 70-ൽ പരം കോളേജുകൾ ഇൻസൈഡ് ദ ക്യാമ്പസ് കയറി ഇറങ്ങി അവർക്ക് പ്രാക്ടീസിന് കൊടുക്കുന്ന ഹോസ്പിറ്റൽ അങ്ങനെ പോയി കണ്ട് വിസിറ്റ് ചെയ്ത് കുട്ടികൾ റിവ്യൂ ചോദിച്ചവരാണ്. അപ്പം എൻ്റെ ഒരു അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ പറയാനാണെങ്കിൽ ഓൺ ഹോസ്പിറ്റലുള്ള ഒരുപാട് കോളേജുകളിൽ പേഷ്യൻ്റ് ഇല്ലാത്ത ഓൺ ഹോസ്പിറ്റൽ വരെ ഉണ്ട്. പക്ഷേ എന്നാൽ ടൈപ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുള്ള കോളേജുകളുണ്ടല്ലോ, ഇഷ്ടമാതിരി പേഷ്യൻസ് ഉള്ള ഹോസ്പിറ്റലും ഉണ്ട്. ഇപ്പോൾ ഓൺ ഹോസ്പിറ്റലുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര പേഷ്യൻ്റ് ഫ്ലോ ഒന്നും ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നിങ്ങൾ നോക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കോളേജുകളിൽ നിങ്ങൾ ഏത് ഹോസ്പിറ്റലിൽ പോസ്റ്റിങ്ങിന് കൊണ്ടുപോകുന്നു, ഇനി ആ ഹോസ്പിറ്റലിലൊക്കെ പേഷ്യൻസ് ഉണ്ടാവുമോ, ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളെ പ്രാക്ടീസ് ചെയ്യാൻ അനുവദിക്കുമോ, അതാണ് നിങ്ങൾ മെയിനായിട്ട് കൺസേൺ വെക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് നഴ്സിംഗിൽ ചില കുട്ടികൾക്ക് ഇപ്പോൾ അറിയാത്തത് കൊണ്ടായിരിക്കാം, നഴ്സിംഗിൽ ഇപ്പം ഒരിക്കലും ഒരു ഹോസ്പിറ്റലല്ല. കാരണം ഓരോരോ നിങ്ങൾക്ക് ഓരോ സ്പെഷ്യാലിറ്റീസ് വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സൈക്യാട്രി അങ്ങനെയൊക്കെയുള്ള സ്പെഷ്യാലിറ്റീസ് വരുമ്പോൾ അതിനുള്ള പേഷ്യൻസ് ഉള്ള ഹോസ്പിറ്റൽ വേണം നിങ്ങളെ പോസ്റ്റിങ്സിന് കൊണ്ടുപോകാനായിട്ട്. ഇപ്പോൾ ഓൺ ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ പോലും ആ ഒരു സ്പെഷ്യാലിറ്റി അങ്ങനെയുള്ള ഡിഫറെൻറ്റ് സ്പെഷ്യാലിറ്റീസ് വരുമ്പോൾ ആ ഓരോ സ്പെഷ്യാലിറ്റിക്കും എവിടെയാണോ പേഷ്യൻസ് ഉള്ളത് അങ്ങനെയുള്ള ഹോസ്പിറ്റലിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ സാഹചര്യം വരും. സോ നിങ്ങൾ നോക്കേണ്ടത് എന്തൊക്കെയാണ്, മെയിനായിട്ടും കോളേജിന് അപ്രൂവൽസ് ഉണ്ടോ, നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഏതാണോ യൂണിവേഴ്സിറ്റി ആ യൂണിവേഴ്സിറ്റിയുടെ അപ്രൂവൽ ഉണ്ടോ അത് നോക്കുക, INC അപ്രൂവൽ ഉണ്ടോ. പിന്നെ ഇതിലും നിങ്ങൾ വേറെ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ ഫെസിലിറ്റി, ഓൺ ഹോസ്പിറ്റൽ ഉണ്ടോ, ഉണ്ടെങ്കിൽ അവിടെ പേഷ്യൻസ് ഉണ്ടോ. ഇനി ഓൺ ഹോസ്പിറ്റൽ ഇല്ല എന്നുണ്ടോ, ഒരിക്കലും അതിനൊരു പ്രശ്നമല്ല. ഓൺ ഹോസ്പിറ്റൽ ഇല്ലെങ്കിലും അവർ ടൈപ്ഡ് ആയിട്ടിരിക്കുന്ന ഹോസ്പിറ്റലിൽ പേഷ്യൻസ് ഉണ്ടോ, നിങ്ങൾക്ക് പ്രാക്ടീസിന് പേഷ്യൻസിനെ കിട്ടുന്നുണ്ടോ, അതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇനി അല്ല നിങ്ങൾക്ക് കുറച്ചും കൂടി ഇപ്പം മെഡിക്കൽ കോളേജ് അഫോർഡ് ചെയ്യാൻ ബഡ്ജറ്റുള്ള കുട്ടികളാണെന്ന് വെച്ചോ, അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ബഡ്ജറ്റ് ഉണ്ട്, മെഡിക്കൽ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കാൻ ബഡ്ജറ്റുള്ള കുട്ടികളാണെങ്കിൽ യെസ്, ബട്ട് അവിടെയും ഒരു കാര്യമുണ്ട്. മെഡിക്കൽ കോളേജുകളിൽ പോലും പേഷ്യൻസ് ഇല്ലാത്ത ഒരുപാട് മെഡിക്കൽ കോളേജുകളുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പോയി അഡ്മിഷൻ എടുക്കുമ്പം നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ കുറച്ചുകൂടെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഏജൻസി ത്രൂ എടുക്കാൻ നോക്കുക. അപ്പം നമ്മളെ ഒരു കുട്ടി കോൺടാക്ട് ചെയ്യുക, അപ്പോൾ ആ കുട്ടി പറയും, നമ്മൾ ആദ്യം ചോദിക്കും നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് എന്താണ്. അതായത് നമ്മൾ ജസ്റ്റ് ആ കുട്ടീൻ്റെ മേലിൽ ഒരു കോളേജ് ഫോഴ്സ് ചെയ്ത് കൊടുക്കുകയല്ല, ഒരു കോളേജ് ഞങ്ങൾക്ക് സീറ്റ് ഫില്ലാക്കണം അതുകൊണ്ട് ഞങ്ങൾ ഈ കോളേജ് തന്നെ പഠിച്ചോന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും ഒരു കുട്ടി വിളിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഒരു കുട്ടീനെ ഫോഴ്സ് ചെയ്യില്ല. ഞങ്ങൾ ആദ്യം ചോദിക്കും ആ കുട്ടിക്ക് എന്താണ് റിക്വയർമെൻറ്റ്, നിങ്ങൾക്ക് എത്രയാണ് ബഡ്ജറ്റ് ഉള്ളത്, നിങ്ങളുടെ റിക്വയർമെൻറ്റ് ഏത് സ്ഥലത്താണ്. ഇപ്പം ഒരു സ്റ്റേറ്റിലാണെങ്കിൽ അവിടെ ഇന്നർ സൈഡാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് സൈഡാണോ വേണ്ടത്. ചിലപ്പോൾ ഈ പുറത്തോട്ടൊക്കെ വരുമ്പോൾ ബഡ്ജറ്റൊക്കെ കുറയും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറവ് വേണോ, ഓൺ ഹോസ്പിറ്റൽ വേണോ, മെഡിക്കൽ കോളേജ് വേണോ, ഇനി ഓൺ ഹോസ്പിറ്റൽ ഇല്ലാത്തത് വേണോ, കാരണം ബഡ്ജറ്റ് കുറവുണ്ടെങ്കിൽ അങ്ങനെ അതെല്ലാം ചോദിച്ചിട്ട് നമ്മളൊരു കോളേജ് ആ കുട്ടിക്ക് സജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആദ്യം പറയും നിങ്ങൾക്കിത് പോയി കാണാം, നമ്മുടെ വീഡിയോ കാണുക, കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കോളേജും പരിസരവും പോയി കണ്ട് കുട്ടികളോട് റിവ്യൂ ചോദിക്കാനുള്ള ഒരു അവസരവും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മാത്രമേ നമ്മളൊരു കുട്ടിയോട് അഡ്മിഷൻ എടുക്കാൻ പറയുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ അഡ്മിഷൻസ് എടുക്കുമ്പം ആര് ത്രൂ എടുത്താലും നിങ്ങൾ ആലോചിച്ചെടുക്കുക. അപ്പോൾ നഴ്സിംഗ് അഡ്മിഷൻ ഇപ്പം നാട്ടിലായാലും എബ്രോഡ് ആയാലും നഴ്സിംഗ് അഡ്മിഷനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾക്കായിട്ടും അഡ്മിഷൻസിനായിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത്. ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.